തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് നിഗൂഢതകളുടെ നിഴൽ വീട്ടി നിൽക്കുന്ന ആ പഴയ കൊട്ടാര സദൃശ്യമായ കെട്ടിടം വീണ്ടും ഒരു രാഷ്ട്രീയ ഭൂകമ്പത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് പണി കഴിപ്പിച്ച, ജനാധിപത്യം വന്നപ്പോൾ സർക്കാർ ഏറ്റെടുത്ത മൻമോഹൻ ബംഗ്ലാവാണത്. അധികാരം മാറുമ്പോഴൊക്കെ രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മന്ത്രിവസതികളിൽ ഭാഗ്യക്കേടിന് പേര് കേട്ട ആ മൻമോഹൻ ബംഗ്ലാവിലേക്ക് ഇത്തവണ കയറാൻ ധൈര്യമുള്ള ആൾ ആരാണ് എന്നത്. ഇത്തവണയും ആ ചോദ്യം വന്നു. ആ ചോദ്യത്തിനുള്ള ഉത്തരവും വന്നിരിക്കുന്നു. UDFന്റെ VD സതീശൻ ക്യാബിനറ്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയായ OJ ജനീഷിനാണ് ഇത്തവണ ആ നറുക്ക് വീണിരിക്കുന്നത്. അവിടെ താമസിച്ചാൽ പിന്നെ നിയമസഭ കാണില്ലെന്ന UDF അനുകൂല കേന്ദ്രങ്ങളുടെയും അന്ധവിശ്വാസികളുടെയും കനത്ത പ്രചാരണങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ജനീഷ് ഈ മന്ദിരത്തിലേക്ക് ചുവടുവെക്കുന്നത്. എന്നാൽ ചരിത്രം ചികയുമ്പോൾ മനസ്സിലാകും ഈ ബംഗ്ലാവിന്റെ പേരിൽ ശാപകഥകൾ മെനയുന്ന UDF രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ പ്രചാരണങ്ങൾ എത്രത്തോളം പൊള്ളയാണെന്ന്. ഈ മന്ത്രിമന്ദിരത്തെ വിവാദങ്ങളുടെ നടുവിലേക്ക് വലിച്ചിഴച്ചതിന്റെ ഒന്നാമത്തെ ഉത്തരവാദിത്തം UDFന് തന്നെയാണ്. 2006 VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്താണ് മൻമോഹൻ ബംഗ്ലാവ് ആദ്യമായി മാധ്യമങ്ങളിൽ കത്തി നിൽക്കുന്നത്. അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ താമസം മാറിയെത്തിയതിന് പിന്നാലെ 17 ലക്ഷത്തോളം രൂപ ചെലവിട്ട് കമ്മ്യൂണിസ്റ്റ് മന്ത്രി ഔദ്യോഗിക വസതി മോടി പിടിപ്പിച്ചു എന്ന പേരിൽ UDFും അവരുടെ മാധ്യമ പടയും ചേർന്ന് വലിയ വിവാദ പുകമുറ സൃഷ്ടിച്ചു. വികസനത്തെയും ആധുനികവൽക്കരണത്തെയും അനാവശ്യ ദൂർത്തായി ചിത്രീകരിക്കാനുള്ള UDF കുതന്ത്രങ്ങൾക്കൊടുവിൽ കോടിയേരിക്ക് ആ ബംഗ്ലാവ് ഉപേക്ഷിക്കേണ്ടി വന്നു. കോടിയേരിക്ക് പിന്നാലെ എത്തിയ പൊതുമരാമത്ത് മന്ത്രി TU കുരുവിളയ്ക്ക് ഭൂമി ഇടപാട് ക്രമക്കേട് ആരോപണങ്ങളെ തുടർന്ന് മന്ത്രിസ്ഥാനം തന്നെ രാജിവെക്കേണ്ടി വന്നതോടെയാണ് ഈ ബംഗ്ലാവിന്മേൽ ഭാഗ്യക്കേടിന്റെ നിഗൂഢ മുദ്ര ചാർത്താൻ അവസരവാദ രാഷ്ട്രീയ ശ്രമം തുടങ്ങിയത്. തുടർന്ന് മന്ത്രിയായ മോൻസ് ജോസഫ് കുറച്ചുകാലം അവിടെ താമസിച്ചെങ്കിലും വിമാനയാത്ര വിവാദത്തിൽ നിന്ന് PJ ജോസഫ് കുറ്റവിമുക്തനായി തിരിച്ചെത്തിയതോടെ മോൻസിന് കസേര ഒഴിയേണ്ടി വന്നു. തൊട്ടു പിന്നാലെ PJ ജോസഫ് മൻമോഹൻ ബംഗ്ലാവ് ഏറ്റെടുത്തുവെങ്കിലും അദ്ദേഹം മുന്നണി വിട്ടതോടെ ബംഗ്ലാവ് വീണ്ടും ഒഴിഞ്ഞുകിടന്നു. എന്നാൽ UDF പ്രചരിപ്പിക്കുന്ന ഈ മൻമോഹൻ ശാപം വെറും കെട്ടുകഥയാണെന്ന് തെളിയിച്ചത് മറ്റാരുമല്ല, അവരുടെ സ്വന്തം നേതാക്കൾ തന്നെയാണ്. 2011 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഈ ബംഗ്ലാവ് ഏറ്റെടുത്തത് ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു. ഒരു തടസ്സവുമില്ലാതെ 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കിയാണ് അദ്ദേഹം പടിയിറങ്ങിയത്. തൊട്ടു പിന്നാലെ 2016 LDF സർക്കാരിന്റെ കാലത്ത് മന്ത്രി തോമസ് ഐസക്കും ഇവിടെ താമസിച്ച് 5 വർഷം വിജയകരമായി പൂർത്തിയാക്കി. അന്ധവിശ്വാസങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ സ്ഥാനമില്ലെന്ന് ഇവർ തെളിയിച്ചിട്ടും ഈ മന്ദിരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ PJ ജോസഫ് 2011 2016 പിന്നീട് 2021 നിയമസഭയിലേക്ക് വൻ ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടും UDF കേന്ദ്രങ്ങൾ ഇപ്പോഴും ഈ ഭാഗ്യക്കേട് പുരാണം പാടിക്കൊണ്ടേയിരിക്കുന്നു. ഈ കഥയിലെ ഏറ്റവും ഒടുവിലത്തെയും ഞെട്ടിക്കുന്നതുമായ അധ്യായം അരങ്ങേറുന്നത് 2021 LDF സർക്കാരിന്റെ കാലത്താണ്. അന്ന് മന്ത്രിയായിരുന്ന ആന്റണി രാജുവായിരുന്നു മൻമോഹൻ ബംഗ്ലാവിലെ അന്തേവാസി. മുന്നണിയിലെ ടേം വ്യവസ്ഥയനുസരിച്ച് അദ്ദേഹം പിന്നീട് മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു. എന്നാൽ കഥ അവിടെ തീർന്നില്ല. 3 പതിറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന ഒരു കേസിന്റെ വിധി വന്നത് 2026 ജനുവരിയിലാണ്. 1990 അന്താരാഷ്ട്ര മയക്കുമരുന്ന് കേസിൽ ഓസ്ട്രേലിയൻ പൗരനെ രക്ഷിക്കാൻ കോടതിയിലെ തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ തിരിമറി നടത്തിയെന്ന കേസിൽ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി ആന്റണി രാജുവിനെ 3 വർഷത്തെ തടവിന് ശിക്ഷിച്ചു. ഈ കടുത്ത കോടതി വിധിയെ തുടർന്ന് ജനപ്രാതിനിധ്യ നിയമപ്രകാരം 2026 ജനുവരിയിൽ ആന്റണി രാജു അയോഗ്യനാക്കപ്പെട്ടു. ഈ നിയമപരമായ വീഴ്ചയെയും രാഷ്ട്രീയ അയോഗ്യതയെയും പോലും മൻമോഹൻ ബംഗ്ലാവിന്റെ ശാപം എന്ന് വ്യാഖ്യാനിച്ച് തടിയൂരാനാണ് UDF ബുദ്ധി കേന്ദ്രങ്ങൾ നോക്കിയത്. അഴിമതിയും നിയമലംഘനവും നടത്തിയാൽ കോടതി ശിക്ഷിക്കുമെന്ന ലളിതമായ ജനാധിപത്യ തത്വത്തെ മൂടിവെച്ച് അതിനെ ഒരു ബംഗ്ലാവിന്റെ കുപ്രസിദ്ധിയായി പ്രസിദ്ധീകരിക്കുന്നത് UDFന്റെ രാഷ്ട്രീയ പാപ്പരത്തമാണ്. ഈ അന്ധവിശ്വാസ കഥകളുടെ നെഞ്ചിലേക്കാണ് OJ ജനീഷ് എന്ന VDS ക്യാബിനറ്റിലെ യുവരക്തം ഇപ്പോൾ ധീരമായി ചുവടുവെക്കുന്നത്.